സാറേ, മലയാളത്തിലൊരു നടനുണ്ട്, സൈനികനാണ്. പക്ഷെ അദ്ദേഹത്തിന് നട്ടലുണ്ടോ എന്ന് ഇപ്പോൾ സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. അതിൽ ഏറ്റവും അവസാനം വരുന്ന വാർത്ത ഇതാണ്: എമ്പുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ലഫ്റ്റനന്റ് കേണൽ പദവി മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് BJPയുടെ ദേശീയ കൗൺസിൽ അംഗം രഘുനാഥ്. എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും സ്വയം രാജിവെക്കേണ്ടതാണ് മോഹൻലാൽ അന്തസ്സുണ്ടെങ്കിൽ. കാരണം ഇന്ത്യയെ അപമാനിക്കുന്ന, ഇന്ത്യയുടെ ദേശീയ പതാക കത്തിക്കുന്ന ചിത്രത്തോട് കൂടിയാണ് ഈ ചിത്രം വന്നത്. സെൻസർ ബോർഡിലിരിക്കുന്ന കത്രികയുടെ പ്രയോഗം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഈ ദേശീയതയെ തന്നെ അഭിമാനിക്കുന്ന 140 കോടി ഇന്ത്യക്കാരെ അപമാനിക്കുന്ന ആ രംഗം ഒഴിവായി കിട്ടിയത്. അത്തരൊരു ചിത്രമാണ് സമർപ്പിച്ചത് മോഹൻലാലും സംഘവും പൃഥ്വിരാജനും കൂടി അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ട് ഉള്ള ആക്രമണം, ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗങ്ങൾ വെച്ചാണ് ഇത് കൊടുത്തത്. ആ രംഗവും മാറ്റിയിരുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ എല്ലാ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും, ദൂരദർശനിലും ആകാശവാണിയിലും PIBയിലും എല്ലാം ഇടതുപക്ഷമാണ് ശരിയെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന, ഇടതുപക്ഷ മാർഗത്തിലൂടെ വിദ്യാർത്ഥി ജീവിതം നയിച്ച് തലപ്പത്തെത്തി സംഘപരിവാറിനെ ചാണകമെന്ന് കണക്കാക്കുകയും പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്ന പലരും കയറി അതിൻ്റെയൊക്കെ തലപ്പത്തിരിപ്പുണ്ട്. ആ സെൻസർ ബോർഡിൻ്റെ തലപ്പത്തില്ലെങ്കിലും അതിൻ്റെ സെൻസർ ബോർഡിൽ അംഗമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവാം. അവരൊക്കെ ഈ പടം കണ്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും നശിക്കട്ടെ, ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന ഈ ദേശീയതയെ തന്നെ മാനഭംഗപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഈ എമ്പുരാൻ എന്നിപ്പോൾ ബോധ്യമായി വരികയാണ് എല്ലാവർക്കും. ആദ്യം ഇത് കണ്ട് ഷോക്കഡായിട്ട് ആളുകൾ സ്തംഭിച്ചിരുന്നു, നിശബ്ദരായിട്ടിരുന്നു. ഇപ്പോൾ അറിവ് വെളിച്ചമായി വരികയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ദേശീയതയെ മാനഭംഗപ്പെടുത്താൻ ഈ മോഹൻലാല് ഇയാള് വയനാട് ദുരന്തം വന്നപ്പോൾ ആ സൈനിക യൂണിഫോം അവിടെ പോയി ഇറങ്ങിയല്ലോ. അങ്ങനെയെല്ലാം ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി പട്ടാളമാണ്, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു നടന്നിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയെ ചതിക്കുന്ന ഈ രീതി ശരിയാണോ? ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കേണ്ട ഒരു കാര്യം, ഭരണഘടനയിൽ മതേതരത്വം എഴുതി ചേർത്ത ഒരു രാജ്യത്ത് ഉണ്ടാവാതെ ഇരിക്കേണ്ട ഒരു കാര്യം വർഗീയ വിദ്വേഷം വളർത്താതിരിക്കുക എന്നുള്ളതാണ്. ഈ സിനിമ ചെയ്യുന്നത് അതിൻ്റെ പ്രമേയം വർഗീയ വിദ്വേഷം വളർത്തുക എന്നുള്ളത് തന്നെയാണ്. നെഗറ്റീവിസമാണ് ചിത്രം. ഇത് ചെകുത്താനാണ്, ഇത് ലൂസിഫറാണ്, ഇത് നരകമാണ്, ഇത് ഇൻഫെർണോ ആണ്. ചെകുത്താനെ കുറിച്ച് അറിഞ്ഞില്ലെന്നാണ് ഈ സൈനികൻ പറയുന്നത്, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ പറയുന്നത്. ഇയാളെന്തോ പൊട്ടനാണോ? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് നട്ടലില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ട വാഴപ്പിണ്ടികളിലുണ്ട നട്ടൽ ഉള്ള മനുഷ്യനാണെന്നേ തോന്നുന്നു. അതിപ്പോൾ ശരിയാണെന്ന് സമർത്ഥിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം എല്ലാ നഷ്ടം, അത് ആ പെൺകുട്ടി മരിച്ചും കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇന്ത്യ എന്ന് പറയുന്ന ദേശീയതയെ നിങ്ങൾ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ധനമോഹത്തിന് വേണ്ടിയോ സ്വാർത്ഥമോഹത്തിന് വേണ്ടിയോ, പൃഥ്വിരാജിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ? പൃഥ്വിരാജിനെ നമുക്കൊരിക്കലും മുന്നിൽ, ആ വാര്യംകുന്നന്റെ ആരാധകന് മുന്നിൽ അടിമയെ പോലെ നിന്നിട്ട് ഇപ്പോൾ അവസാനം ന്യായീകരിക്കുന്ന രീതിയിലേക്കാണ് എത്തുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ദേശീയത പൃഥ്വിരാജിന് തീരെ സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ വാസ്തവം പറഞ്ഞാൽ, വാസ്തവം എന്നൊരു സിനിമയുണ്ട്, അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലെ ആ സെൽഫിഷ്നെസ്, അതിൻ്റെ മൂർത്തഭാവമാണ് പൃഥ്വിരാജ്. തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏണിപ്പടി എന്നുള്ള സിനിമയിൽ മധു അഭിനയിച്ചിട്ടുണ്ട്. ആ പടികൾ കയറിപ്പോകാൻ വേണ്ടി എന്തു ചതുരുപായങ്ങളും സ്വീകരിക്കുന്ന, ആരെയും ചതിക്കുന്ന ചീഫ് സെക്രട്ടറി ആയിട്ട് ഉയരുന്ന ഒരു കഥാപാത്രം, തകഴിയുടെയാണ് കഥ. ആ സിനിമയിലേതുപോലെ തന്നെ സ്വാർത്ഥത്തിന് വേണ്ടി, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി മോഹൻലാലിനെ ചവിട്ടിത്താഴ്ത്തി ദേശീയതയെ ചവിട്ടിത്താഴ്ത്താൻ നിന്ന് കൊടുത്തിട്ടല്ല. സാറ് നേരത്തെ സൂചിപ്പിച്ചത് പൊട്ടനാണോ? 10-40 വർഷമായി സിനിമയിൽ അഭിനയിക്കുകയല്ലേ? അതെ, അറിഞ്ഞില്ലെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാണ്? ഇയാൾ നിന്ന് കൊടുക്കുകയല്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ടൈംസ് നൗ പോയിട്ട് നിങ്ങൾ എന്തിനാണ് പോയി അഭിമുഖം കൊടുത്തത്? സിനിമയെ പറ്റി അറിയാത്തവരാണോ ഈ അഭിമുഖത്തിന് പോകേണ്ടത്? അവിടെ പോയി ആ പ്രൊമോഷൻ നടത്തിയത്? ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിച്ച് കഴിഞ്ഞിട്ട് സിനിമ എന്താണെന്ന് മനസ്സിലാക്കാതാണോ നിങ്ങളിത് നടത്തിയത്? ഇതറിഞ്ഞില്ലെങ്കിൽ ഇത് പരസ്യമായി പറയൂ. താങ്കളിത് പരസ്യമായിട്ട് പറയൂ. അമ്മയ്ക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞിട്ട് താങ്കൾ വന്ന് പറഞ്ഞല്ലോ, ബലാത്സംഗ കുറ്റത്തിന് സിനിമാടന്മാർ പലരും ആരോപിക്കപ്പെട്ടപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സിനിമയെ രക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ സിനിമയെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ദേശീയതയെ നശിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതിനകത്ത് ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണല്ലോ ഇന്ത്യ ഇതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ BJPക്കാരും ബജരംഗ് ദളും അല്ല അവിടെ കലാപത്തിൻ്റെ കാരണമുണ്ടായത്. ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്.
ആ നാടിനെ മുഴുവൻ ഇളക്കുന്ന സംഭവമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും ആ ഗോത്ര കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ വികാരം ഇതായിരിക്കുമായിരുന്നു. അല്ല, ഇന്ത്യ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രത്തെയാണ് വീണ്ടും പണത്തിന് വേണ്ടി ഈ മോഹൻലാലും ഈ രായപ്പനും കൂടെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രിയും കുറ്റവാളികൾക്ക് കൈവലങ്ങിടാൻ തൻ്റെ ഇടമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഷൂട്ടിംഗ് സൈറ്റുകളിൽ സുരക്ഷിതരായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരിൽ പോകാൻ പറ്റുമായിരുന്നോ? ഇന്ത്യയിലെ ഏത് ഭാഗത്തെങ്കിലും പോകാൻ പറ്റുമായിരുന്നോ? ഏതു നിമിഷവും ഒരു ഭീകരൻ്റെ വെടിയുണ്ടയിട്ട് നിങ്ങളുടെ തല പിളർന്നു പോയേനെയും. അങ്ങനെയുള്ള തൻ്റെ ഇടമുള്ളവർ ഭരിക്കുന്നത് കൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ സുപ്രീം കോടതി അവർ കുറ്റക്കാരല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്നവരാണ്. അല്ല, നിങ്ങളുടെ ഔദാര്യത്തിലും സൗജന്യത്തിലൊന്നും അല്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞു വരുത്താൻ സമയം ജനങ്ങൾ വിശ്വസിക്കുകയില്ല. പിന്നെ വർഗീയ വിഷം മൂത്ത ആൾക്കാർ, മോദിയെ അമിത്ഷായെ ഒന്ന് കൊന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ സിനിമ കണ്ടിട്ട് കൈയടിച്ചു കൊന്നിരിക്കും. ഇന്ത്യയുടെ ദേശീയതയ്ക്ക് മേളിലുണ്ടല്ലോ നിങ്ങൾ ഈ മരണനൃത്തവും മഴ നൃത്തവും ഒന്നും നടത്തണ്ട. സഹിക്കില്ല, കേരളീയനും സഹിക്കില്ല. അവനുമുണ്ട് ദേശീയത. ഇന്ത്യക്ക് മാത്രമല്ല ദേശീയത, വടക്കേ ഇന്ത്യക്ക് മാത്രമല്ല തെക്കേ ഇന്ത്യക്കുമുണ്ട്. ഓരോ പൗരനെയും നിങ്ങൾ വ്രണപ്പെടുത്തി. മതവികാരത്തെ, ഹിന്ദുവിൻ്റെ മതവികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തി. ഓരോ കേരളീയൻ്റെയും മതവികാരത്തെ മാത്രമല്ല അവൻ്റെ അന്തസ്സിനെയും, ഡിഗ്നിറ്റി ഓഫ് ദ സിറ്റിസൺ ആണ് ഭരണഘടന ഉറപ്പുള്ളത്. ആ ഡിഗ്നിറ്റിയെ നിങ്ങൾ തരം താഴ്ത്തി. ഞങ്ങളൊക്കെ ഇങ്ങനെ കൊലപാതകങ്ങളും മറ്റുമാണെന്ന് ലോകം മുഴുവൻ നിങ്ങൾ കൊട്ടിഘോഷിക്കുകയാണ് ചെയ്തത്. വാസ്തവം പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന തന്നെ ബലാത്സംഗം ചെയ്യുന്നു. മോഹൻലാലിനെ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവി ഇന്ത്യൻ പൗരത്വം തന്നെ അർഹിക്കുന്നില്ല താങ്കൾക്ക്. ഇത്തരം ഒരു തേർഡ് റേറ്റ് സിനിമ, ഇതൊരു നല്ല ഓസ്കാർ അവാർഡ് വിന്നിങ് സിനിമയാണെങ്കിൽ ഓക്കെ. അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും ഇന്ത്യയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയുടെ കെയർ ഓഫിൽ അത് വാങ്ങിച്ചു. അതുകൊണ്ട് ഇന്ത്യ തകരില്ല പൃഥ്വിരാജെ. ബാബറിനും ഔറംഗസീബിനും തകർക്കാൻ കഴിഞ്ഞ ഹിന്ദുത്വവും നശിപ്പിക്കാൻ പറ്റില്ല. അതവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും അത് അവശേഷിക്കും. നിങ്ങളുടെ ജീവിതകാലത്തും പറ്റില്ല. നിങ്ങളുടെ ലക്ഷ്യം അതാണെങ്കിൽ. അതല്ലാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. താങ്കളുടെ ലക്ഷ്യം മലയാള സിനിമയിലെ മുടിയുന മന്നനാകുക, ദിലീപിനെ തകർക്കുക, മോഹൻലാലിനെ തകർക്കുക, എന്നിട്ട് ആ ഭഗ്ന സിംഹാസനത്തിൽ തനിക്ക് കയറിയിരിക്കുക. ഈ ലക്ഷ്യമാണ് താങ്കൾക്കുള്ളത്. മോഹൻലാലിന്റെ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇയാൾ നിന്നു കൊടുത്തിട്ടല്ലേ സാറേ? സംശയം ഇയാള് എന്താണ് ഇയാള് തിരക്കഥ വായിച്ചിട്ടില്ലേ? ഇയാളെ അഭിനയിച്ചിട്ടില്ലേ? എന്നിട്ട് അവസാനം ഇത് എനിക്കൊരു പങ്കില്ല, അത് പൃഥ്വിരാജാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബുദ്ധിമാന്ദ്യം വല്ലതും ബാധിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ അറിയില്ല. അതോ ഇപ്പോൾ ബാധിച്ചതാണോ? നേരത്തെ അങ്ങനെ അല്ലല്ലോ പുള്ളി. അപ്പോൾ ഈ മോഹൻലാലെ നിങ്ങളുടെ ഫാൻസ് ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ആ വർഗീയത പറയുകയല്ല. നിങ്ങളവരെ വേദനിപ്പിക്കരുത്, സുഖിപ്പിക്കണ്ട. വേദനിപ്പിക്കരുത്. മോഹൻലാലെ കാണിച്ചത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ വേദന നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ആളുകൾക്ക് സഹായമൊന്നും ചെയ്യുന്നില്ല. സുരേഷ് ഗോപിയെ പല സഹായം കിട്ടുന്നതെല്ലാം ആനക്കൊമ്പുമൊക്കെ വാങ്ങിച്ച് നിങ്ങൾ വീട് അലങ്കരിച്ചോളൂ. അതും വയനാട്ടിൽ വേദനിപ്പിക്കരുത്. വയനാട്ടിൽ സഹായം നൽകാൻ പോയതോ? സൈനിക വേഷത്തിൽ പോയി അവിടെ സഹായം നൽകാൻ പോയല്ലോ. ഷോ കാണിക്കാൻ വേണ്ടി പോയത്. സിനിമയിലെ പോലെ ഷോ കാണിച്ചിട്ട് നിങ്ങളെ കെട്ടിപ്പുയർത്തി നിങ്ങളെ വിഗ്രഹം MG കോളേജിലെ ഒരു തേർഡ് റേറ്റ് വിദ്യാർത്ഥിയായിരുന്ന നിങ്ങളെ കെട്ടി ഇങ്ങനെ ഉയർത്തിയത് കേരളത്തിൻ്റെ സിനിമാ ലോകവും ഇവിടുത്തെ നിങ്ങളുടെ സിനിമാ പ്രേമികളുമാണെന്നുള്ളത് നിങ്ങൾ മറക്കാൻ പാടില്ലായിരുന്നു. ഇന്ത്യയെ നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. രാഹുൽ ഗാന്ധി വിദേശത്ത് എന്ന് പോകുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റാണ് നിങ്ങളുടെ ചിത്രത്തിൻ്റെ ആദ്യം രംഗം തന്നെ വിദേശികൾക്ക് നൽകുന്നത്. ഇത് വിറ്റ് കാശാക്കാനാണോ നിങ്ങൾ ശ്രമിച്ചത്? ഇന്ത്യയുടെ ദേശീയത മാനം വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നത് മാതൃഘാതകനാണ്. ഏതവനായാലും ശരി തന്നെ. ഇതിപ്പോൾ ഞാൻ ഈ വികാരമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിനി ചുണയുണ്ടോ, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം കൊണ്ടുവരാൻ? അല്ല സാറ് മാത്രമല്ല, ഓരോ മലയാളികളായ ഓരോ ആൾക്കാരെ മനസ്സിലുള്ള ഈ ചിന്തയാണ് അവരെ ചതിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ സിനിമ ഓടുന്ന തിയേറ്ററുകൾ പോയി കത്തിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ സനാതന സംസ്കാരം എന്ന് പറയുന്നത്. തിയേറ്ററുകളെ കത്തിക്കുക. നിങ്ങളുടെ സിനിമ കാണട്ടെ, ആളുകൾ കാണട്ടെ, അവരുടെ നിങ്ങളെ മനസ്സിലാക്കട്ടെ. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മനപരമാവധി ആളുകൾക്ക് കാണുക, എന്നിട്ട് ഇവന്മാരാരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ. ഈ സിനിമ വന്നതിന് ശേഷം ഗോദ്ര ചർച്ചയായിട്ടുള്ളൂ വലിയ രീതി. ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്? ഗോദ്രയിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ വർഗീയമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ചിലർ ഗോദ്ര എന്ന് പറയുന്നത് ബജരംഗ് ദളാണ്, മറ്റേതാണ്. കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു അന്ന് ആൾക്കൂട്ടത്തിനിടയിൽ. സാധാരണക്കാർ, ഗുജറാത്തിലെ പാവപ്പെട്ട സാധാരണക്കാർ. നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ ബലാത്സംഗം നടത്തുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം ഇറങ്ങും. അല്ല അവരുടെ രാഷ്ട്രീയം നോക്കി അല്ലല്ലോ ഇറങ്ങുന്നത്. എല്ലാവരും രംഗത്തേക്ക് ഇറങ്ങും. അത്ര തീവ്രമായ വികാരം. അതുതന്നെയാണ് മണിപ്പൂരിലും സംഭവിക്കുന്നത്. മെയ്ത്തി പിന്നെ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിൽ നിങ്ങളുടെ ഒരാൾ കൊല്ലപ്പെട്ടത് കാണുമ്പോൾ, ആ ചോര പൊടിയുന്നത് കാണുമ്പോൾ അതിൻ്റെ വികാരത്തിൽ നിന്ന് വീണ്ടും ഒരുപാട് ചോരക്കളങ്ങൾ പൂത്തുവരും.
അവിടെ അത് ഭ്രാന്തമായി കഴിഞ്ഞാൽ ഈ അതിനീചമായ ക്രൂരതയിൽ നിന്നുണ്ടാവുന്നത് അതിനീചമായ ക്രൂരത. അങ്ങനൊന്നും പ്രതികരിക്കുന്നവരല്ല അവിടുത്തെ ജനങ്ങൾ. ഗുജറാത്തികൾ സമാധാനപ്രിയരാണ്. ചീര നിവർത്തിയില്ലാതെ അളമുട്ടിയാൽ ചേരയും കടിക്കും. ആ ചേരയെയാണ് നിങ്ങൾ അടിച്ചിട്ട് കൊന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്. വിഷപ്പാമ്പുകൾ പത്തി വിരിച്ച് നിൽക്കുന്നത് നിങ്ങൾ സൗകര്യപൂർവ്വം കണ്ണടച്ചു കൊണ്ട് കാണും. അത് നിങ്ങൾ കാണുന്ന കണ്ണടച്ചു കൊണ്ടുപോവുക. കുഴപ്പമൊന്നുമില്ല. ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ RSSും ബജരംഗം ഒന്നും ഉണ്ടായിട്ടല്ല. ഗാസയിലും ഒക്കെ, സിറിയയിലും ഇപ്പോൾ തുർക്കിയിലും ഒക്കെ, ഇറാനിലും ഇറാഖിലും കുർദിഷ് മേഖലയിലും യസീദികളുടെ മേഖലയിലും ഒക്കെ കലാപങ്ങളുണ്ടാകും. പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഒക്കെ, ബംഗ്ലാദേശിലും ബംഗാളിലും ഇത് അടിച്ചമർത്തപ്പെടുന്നു. എന്നിട്ട് പോലും ഇതുപോലെ തീവ്രമായിട്ടുള്ള ഒരു ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നുണ്ടോ അവിടെ? പരമാവധി സഹിക്കും മോഹൻലാലെ, ഞങ്ങൾ പരമാവധി സഹിക്കുകയാണ് നിങ്ങളുടെ സിനിമ. പക്ഷേ ഇതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ഇത് ഈ പ്രമേയവും വെച്ചുകൊണ്ട് ഇനിയൊരു രണ്ടാമത് സിനിമ വന്നാൽ ഞങ്ങളുണ്ടാവില്ല. പക്ഷേ അന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് പ്രവചിക്കാൻ സാധ്യമല്ല. ഒരു ഭീഷണിയൊന്നുമല്ല, ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഭരണകൂടങ്ങൾക്ക് പോലും പ്രയാസമായിരിക്കും ആ വിരാട് ഹിന്ദു എന്ന് പറയുന്ന ആ രൂപത്തിലേക്ക് അതിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചുകൊണ്ട് പോയി. അതുണ്ടാവാതിരിക്കട്ടെ. നിങ്ങളുടെ എന്താ ഇത് ഇങ്ങനെ കാണിച്ചതുകൊണ്ട് നാടിൻ്റെ മാനം കെടാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. സനാതനധർമ്മം അതിൻ്റെ ശാശ്വതമായ ശക്തി കൊണ്ട് നിങ്ങളിപ്പോൾ സുഖമായിട്ടിരിക്കൂ, സുരക്ഷിതമായിട്ടിരിക്കൂ. അത് മാത്രമേ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.